അവഞ്ചേഴ്സ് സീക്രട്ട് വാർ ആയിരിക്കും മാർവലിൻ്റെ മൾട്ടിവേഴ്സ് ആകിലെ ലാസ്റ്റ് സിനിമ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഭയങ്കര വലിയൊരു സിനിമയായിരിക്കും. ഡൂംസ്ഡേയും സീക്രട്ട് വാറും ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിം പോലെ ആയിരിക്കില്ല, അതിനേക്കാളൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയി നിൽക്കുകയാണെങ്കിൽ വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു 2 സിനിമകളായിരിക്കും. ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് വാർസിൽ നമ്മളുടെ ഫേവറേറ്റ് ഹീറോസിൻ്റെ അണ്ടർഗോൺസ്റ്റ് വേർഷൻസിനെ കാണാനായിട്ട് വരും. അതായത് ഡിഫറെൻറ്റ് ടൈം ലൈൻസ് ആയിരിക്കും. മൾട്ടിവേഴ്സ് ആണല്ലോ സിനിമ, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹീറോസിൻ്റെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കുറേ അധികം ക്യാരക്ടേഴ്സിന് ഈ സിനിമയിൽ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതിനകത്തൊരു സിംഗിൾ വില്ലൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഡോക്ടർ ഡൂം മാത്രമൊന്നും ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. കുറേ അധികം വില്ലന്മാരെ കാണാനായിട്ട് വരും. അതുപോലെ തന്നെ ആ ഒരു MCUവിൻ്റെ ഒരുപാട് ഹീറോസിനെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം ഇതിനകത്ത് ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ട്, ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്, സ്പൈഡർമാൻ ഉണ്ട്, പിന്നെ അവഞ്ചേഴ്സ് ഉണ്ട്, യങ് അവഞ്ചേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സിനിമ ഒരു ഭയങ്കര വലിയ ഫ്രെയിമിൽ നിൽക്കുന്ന സിനിമയായിരിക്കും. അത് അങ്ങനെ തന്നെയാണ് റൂസോ ബ്രദേഴ്സ് പ്ലാൻ ചെയ്യുന്നതും. എന്തായാലും സിനിമ ആയിട്ടല്ല, ആ ഡൂംസ്ഡേ വന്ന് കഴിയുമ്പോൾ അറിയാം എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട് വാറിലേക്ക് പോകാനുള്ള കാരണങ്ങളൊക്കെ. ഇനി എന്തായാലും മാർവൽ വേറൊരു ഫേസിലേക്ക് പോവാണ്, എന്തായാലും നമുക്ക് നോക്കാം.